ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് AWS WAFൻ്റെ ലോഗ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് Kinesis Data Firehose എന്ന് പറഞ്ഞൊരു സർവീസാണ്. അത് S3 ബക്കറ്റിലേക്കാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഇതാണ് ബേസിക് ഓവർവ്യൂ. അതേപോലെ തന്നെ ഞാൻ EC2 RDS ഒന്നും ക്രിയേറ്റ് ചെയ്യണില്ല. അതിന് പകരം ALBയുടെ ലിസണറിൽ ഞാൻ ഫിക്സ്ഡ് റെസ്പോൺസ് കൊടുത്തിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ EC2 RDS ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ AWSൻ്റെ കൺസോളിലാണ്. അവിടെ സെർച്ച് ടാബിൽ ഞാൻ WAF ഒന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ WAFൻ്റെ ഡാഷ്ബോർഡിൽ ഇപ്പോൾ എത്തി. ഇനി ഞാൻ വെബ് ബേസിൽ സെലക്ട് ചെയ്യുക ലെഫ്റ്റ് സൈഡ്. എന്നിട്ട് അവിടെ നിന്ന് റീജിയൻ സെലക്ട് ചെയ്യണം ഫസ്റ്റ് തന്നെ. ഞാൻ ഒഹിയോയിലാണ് WAF ക്രിയേറ്റ് ചെയ്തത്. ഞാൻ റീജിയൻ സെലക്ട് ചെയ്ത് ഒഹിയോ കൊടുത്തു. എന്നിട്ട് എൻ്റെ WAF ഇപ്പോൾ ഡെമോ WAF എന്ന് പറയുന്നത് എൻ്റെ ACL. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ അതായത് സാമ്പിൾ റിക്വസ്റ്റ് പാസ്റ്റ് 3 hours നമുക്ക് കിട്ടുള്ളൂ. അതിന് കൂടുതലുള്ള ടൈം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോഗിങ് എനേബിൾ ചെയ്യണം. നമുക്ക് ലോഗിങ് ആൻഡ് മെട്രിക്സിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലോഗിങ് ഡിസേബിൾഡ് ആണ്. നമുക്ക് എഡിറ്റ് എനേബിൾ ലോഗിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ IAM റോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. റിക്വേർഡാണ്. അതേപോലെ തന്നെ Kinesis Data Firehose ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് AWS -WAF -logs പറഞ്ഞ് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ലോഗിങ്ങിൻ്റെ നെയിമിങ്. എന്നിട്ട് ലോഗ്സ് ഹൈഫൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം എന്താണെന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ Kinesisൽ എടുക്കാം. ഇതാണ് Kinesisൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ ഞാൻ ഡാറ്റ സ്ട്രീമാണ് ചൂസ് ചെയ്യുന്നത്. അതായത് Kinesis Data Firehose ആണ് വേണ്ടത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ഡെലിവറി സ്ട്രീമിൽ വന്നു കഴിഞ്ഞാൽ പഴയതുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഞാനൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ഡെലിവറി സ്ട്രീം കൊടുക്കുവാണ്. ഇവിടെ നിന്ന് ഡാറ്റ Firehose ആണ്. അതുപോലെ നെയിം കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ AWS -WAF -logs കൊടുത്തതിന് ശേഷം ഒരു നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ ഞാൻ ഡെമോ WAF തന്നെ കൊടുത്തു. അതേപോലെ തന്നെ സോഴ്സ് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിൽ ഡിഫോൾട്ട് തന്നെ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സർവർ സൈഡ് എൻക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യുക. അതുകൊണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് AWS മാനേജറോ അല്ലെങ്കിൽ കസ്റ്റമോ ചൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിയെല്ലാം ഡിഫോൾട്ട് തന്നെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് ഇത് ഡിസേബിൾ ചെയ്ത് തന്നെ ഇടുക. ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്താൽ മതി. ഞാൻ രണ്ടും ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അടുത്തത് സോഴ്സാണ് പറയുന്നത്. നമുക്ക് അതായത് എവിടെയാണ് ലോഗ് സേവ് ചെയ്യേണ്ടത്. S3 ഉണ്ട്, റെഡ്ഷിഫ്റ്റ് ഉണ്ട്, എലാസ്റ്റിക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് തേർഡ് പാർട്ടി വേണമെങ്കിൽ തേർഡ് പാർട്ടി ചൂസ് ചെയ്യാവുന്നതാണ്. അത് ചൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഡാറ്റ ലോഗ്, സ്പ്ലങ്ക്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സുമോ ലോജിക് ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ടൂൾ അതിനകത്തേക്ക് നമുക്ക് സ്ട്രീം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് S3 ബക്കറ്റിലേക്കാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ S3 ബക്കറ്റ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ S3 ബക്കറ്റ് പറഞ്ഞു കൊടുക്കാൻ പറയും. എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു നെയിം പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അത് യൂണിക് നെയിം ആയിരിക്കണം. ഞാനപ്പോൾ WAF -log demo എന്നും പറഞ്ഞ് കൊടുക്കുവാണ്. അതുപോലെ ഈ റീജിയൻ ഏതാണെന്ന് വെച്ചാൽ സെയിം റീജിയൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ പ്രിഫിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ബൈ ഡിഫോൾട്ട് ഇയർ, മന്ത് അങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് ഒരു ഫോൾഡർ വരും. ഇപ്പോൾ 2021 പറഞ്ഞൊരു ഫോൾഡർ വരും. അതിനകത്ത് മന്ത് വരും. അതിനകത്ത് സബ് ഫോൾഡറായിട്ട് വരും. അങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആ ലേൺ മോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റ് കിട്ടും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പേര് കൊടുത്തു കഴിഞ്ഞാൽ പേര് ഹൈഫൺ ആ ഇയർ വെച്ചിട്ടായിരിക്കും ആ ലോഗിൻ്റെ ഫോൾഡർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. അതേപോലെ ഈ ഡോക്യുമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ഡീറ്റെയിലും കാര്യം എങ്ങനെയാണ് പ്രിഫിക്സ് സെറ്റ് ചെയ്യേണ്ടത്, ഡേറ്റ് വെച്ചിട്ട് എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താം. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഡിഫോൾട്ടാണ് ചൂസ് ചെയ്യുന്നത്. എറർ വേണമെങ്കിൽ എറർ പ്രിഫിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് അടിച്ചു. അതിന് ബഫർ സൈസ് ഡിഫോൾട്ട് തന്നെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ 5 MB സൈസ് ആയിരിക്കും മിക്കവാറും ഒരു ഫയൽ വരുന്നത്, അല്ലെങ്കിൽ 300 ഇൻ്റർവെല്ലായിരിക്കും വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഓർഡർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് അവിടെ. അതേപോലെ കംപ്രഷൻ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സിപ്പ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫയൽ സിപ്പായിട്ടായിരിക്കും വരുന്നത്. ഞാൻ ഡിസേബിൾ ചെയ്യുവാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതേപോലെ S3 ബക്കറ്റ് എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതും റിക്വയർമെൻറ്റ് വേണ്ടി ചൂസ് ചെയ്യാം. അതേപോലെ എറർ ലോഗിങ്, Kinesisൻ്റെ എറർ ലോഗിങ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്നുണ്ട്. അത് ക്ലൗഡ് വാച്ചിലേക്കായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ടാഗ് നെയിം കൊടുക്കുക.
ഇപ്പോൾ ഞാൻ ടാഗ് നെയിം ഒരു ഡെമോ വാഫ് എന്ന് പറഞ്ഞാൽ ടാഗും ഞാൻ കൊടുക്കുന്നത്. പെർമിഷൻ നമുക്ക് എക്സിസ്റ്റിംഗ് റോൾ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് അപ്ഡേറ്റ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ നെയിമിലായിരിക്കും IAM റോളിൽ ഒരു റോള് ക്രിയേറ്റ് ആവുന്നത്. ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യുക. അതിന് ശേഷം ക്രിയേറ്റ് ഡെലിവറി സ്ട്രീം കൊടുക്കുക. അത് കുറച്ച് ടൈം എടുക്കും ആക്റ്റീവായിട്ട് വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ സക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് ആണ്. ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുപോലെ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓവർവ്യൂ കാണാനായിട്ട് പറ്റും. S3 ബക്കറ്റ് മാറ്റണമെങ്കിൽ പിന്നീട് നമുക്ക് മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റാറ്റസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്ത് ചേഞ്ചസ് വരുത്താവുന്നതാണ്, എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവാണ്. ഇനി നേരെ എൻ്റെ ഇപ്പോൾ IAM റോളിൽ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ റോള് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ IAM റോളിൽ ഡാഷ്ബോർഡിൽ വന്ന് റോൾ സെലക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കെനീസിസിൻ്റെ റോൾ ഇവിടെ വന്നിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. അതുപോലെ S3 ബക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബക്കറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വാഫ് ലോഗ് ഡെമോ എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ ഇപ്പോൾ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പെർമിഷൻസിൽ പോയാലും അവിടെ വേറെ എക്സ്ട്രാ പെർമിഷനൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് വാഫിൻ്റെ കൺസോളിൽ വരാം. വാഫിൽ വന്നിട്ട് ലോഗിങ്ങിൽ വന്നതിന് ശേഷം ഞാൻ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി റിഫ്രഷ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എനേബിൾ ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഞാൻ താഴത്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ കെനീസിസ് സ്ട്രീമിംഗ് ഇവിടെ വന്നിട്ടുണ്ട്, ഡാറ്റ സ്ട്രീമിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ നെയിം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക AWS എന്നുള്ള പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. അതേപോലെ തന്നെ റീഡാക്ട് ഫീൽഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളത് ഒഴിവാക്കാവുന്നതാണ് ലോഗിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഹെഡർ ഏതെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആ ഹെഡർ ലോഗിൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് വേണ്ടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല, ഞാനെല്ലാം ലോഗ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതേപോലെ ഫിൽട്ടർ ലോഗ്സിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, എനേബിൾ ചെയ്യാവുന്നതാണ്. അലോ മാത്രം മതി, ബ്ലോക്ക് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ലോഗിങ് എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനിയും എന്ത് വേണമെങ്കിൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കണമെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാം. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഫിൽറ്റർ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ മാച്ചിങ് ഓൾ ഫിൽറ്റർ ഓപ്ഷൻ കണ്ടീഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടീഷൻ ടൈപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. റൂൾ ടൈപ്പ് ആണെങ്കിൽ റൂൾ ടൈപ്പ് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് റൂൾ ആക്ഷൻ പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ബ്ലോക്ക് മാത്രം മതി, അങ്ങനെ ബ്ലോക്ക് മാത്രം കൊടുക്കാം. അല്ലെങ്കിൽ കൗണ്ട് മാത്രം മതി, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ ഇനിയും കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ഡിഫോൾട്ട് ലോഗിൻ ബിഹേവിയർ ഉണ്ട്, എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ ക്യാൻസൽ ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫുൾ ലോഗിൻ വരും എന്തായാലും. അപ്പോൾ നിങ്ങൾ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ അത് മാത്രമേ ലോഗിൻ ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ S3 ബക്കറ്റിൽ ഇപ്പോൾ ഒന്നും വന്നുള്ള കുറച്ച് ടൈം എടുക്കും. റിയൽ ടൈമാണ് കെനീസിസിൽ ലോഗിൻ ചെയ്യുന്നത്. S3 ബക്കറ്റിൽ എടുക്കാനായിട്ട് 5 to 10 മിനിറ്റ് എന്തായാലും എടുക്കും. ഇപ്പോൾ ഞാൻ എന്തായാലും സൈറ്റ് ജസ്റ്റ് ഒന്ന് ALBയുടെ DNS നെയിം വെച്ചിട്ട് കുറച്ച് റിഫ്രഷ് ചെയ്യുവാണ് ലോഗിൻ വരാൻ വേണ്ടി. അപ്പോൾ നമുക്കൊന്ന് ക്ലൗഡ് വാച്ചിലൊന്ന് പോയി നോക്കാം, അതിൻ്റെ ലോഗ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സെർച്ചിൽ ക്ലൗഡ് വാച്ച് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്ലൗഡ് വാച്ചിൻ്റെ ഡാഷ്ബോർഡിൽ വന്നു. ഇവിടെ ലോഗ് ഗ്രൂപ്പ്സിൽ വരിക. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കെനീസിൻ്റെ ലോഗിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലോഗ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ റിട്ടൻഷൻ നെവർ എക്സ്പയർ ആണ് കിടക്കുന്നത്, അതും വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1 മന്ത്, ഇപ്പോൾ ഞാൻ 1 മന്താണ് കൊടുക്കുന്നത്. 1 മന്ത് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ചെയ്യും. ലാസ്റ്റ് 30 ഡേയ്സാണ് അത് കീപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് S3 ബക്കറ്റിലേക്ക് തന്നെ തിരിച്ച് പോവാം. അവിടെ വേണമെങ്കിൽ ഫിൽറ്ററിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് S3 ബക്കറ്റിലേക്ക് തന്നെ തിരിച്ച് പോവാം. ഇപ്പോൾ ഞാൻ S3 ബക്കറ്റിലാണ്. ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വന്നിട്ടുണ്ട്. 2021 എന്ന് പറഞ്ഞ ഫോൾഡർ ഇയർ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ജൂലൈ മാസം 7 ആയിരിക്കും. 7 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 21 21-ാം തീയതി. അതിനകത്ത് വേറെ സബ് ഫോൾഡേഴ്സ് വരും ഒരുപാട്. ഒരു ഫോൾഡറിൽ
കുറച്ച് ഫയൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഒരു ഫയൽ ലോഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 20 KB ആണ് സൈസ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബക്കറ്റ് പബ്ലിക് അല്ലാത്ത കാരണം ആക്സസ്ഡിനെ അടിക്കും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുവാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലോക്കിൽ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് പാഡിലൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇത് JSON ഫോർമാറ്റ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഞാനിപ്പോൾ നോട്ട് പാഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോഗ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. അതായത് URI പാത്ത്, ക്വറി സ്ട്രിങ്, അതേപോലെ IP, ക്ലയൻറ്റ് IP, ഫുൾ ഡീറ്റെയിൽ ഇതിനകത്ത് ഉണ്ടാവും. എവിടെ നിന്ന് എന്താണ് ആക്ഷൻ, എന്താണ്, ഏതൊക്കെ റൂള് ഉണ്ട്, ഏത് റൂളിലാണ് ബ്ലോക്ക് ആക്കണത്, ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഏജൻറ്റ് എല്ലാം കിട്ടും. ഗെറ്റാണോ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈൻ വേണമെങ്കിൽ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ പോയിട്ട് ജസ്റ്റ് JSON വാലിഡേറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ S3യുടെ സെലക്ട് ക്വറി വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്തൊരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതേപോലെ AWSൻ്റെ അധീന സർവീസ്, ക്വിക്ക് സൈറ്റ് പോലെയുള്ള സർവീസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടും. ഏതൊക്കെ IP-ന് എത്ര റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതാണ് S3 ബക്കറ്റിൽ സേവ് ആവുന്നതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇയർ, മന്ത്, ഡേറ്റ്, അതിനകത്ത് സബ് ഫോൾഡർ ഒരുപാട് ഉണ്ടാകും. അതിനകത്താണ് ആ ലോഗ് സേവ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഞാൻ ഒരു അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലൗഡ് ഫോർമേഷൻ വെച്ചിട്ട് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്.